മുത്തശ്ശ ഒരു ചൂടുള്ള വാർത്തയെ ചോർത്തെടുത്തിട്ടുണ്ട്. നമസ്കാരം. അനേകം തട്ടിപ്പുകൾ നടത്തി രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് അതിൽ നിന്നെല്ലാം തലയൂരി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനലിൻ്റെ ഉടമയായി, മാധ്യമപ്രവർത്തകനായി, സാമൂഹ്യ നിരീക്ഷകനായി ആൻഡോ അഗസ്റ്റിനും സഹോദരന്മാർക്കും കൈപൊള്ളിയത് അർജന്റീനയുടെ ലോക ഇതിഹാസമായ മെസ്സിയുടെ പേരിലാണ്. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പറല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരും എന്ന പച്ചക്കള്ളം ജനങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറയുകയും അതിൻ്റെ പേരിൽ തട്ടിപ്പിന് ഇറങ്ങിയെന്ന് സംശയിക്കാവുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ ഒരുമിച്ച് പതിവിൽ നിന്ന് വ്യത്യസ്തമായി റിപ്പോർട്ടർ മുതലാളിമാർക്കെതിരെ വാർത്തകൾ കൊടുത്തു എന്ന് പറയുന്നല്ലേ ഉള്ളൂ, തെളിവൊന്നുമില്ലല്ലോ. അവന്റെ വെളിവേട് ഞാൻ മാറ്റും. അതിന്റെ കലിപ്പ് തീർക്കാൻ വേണ്ടി സംസ്ഥാന BJP പ്രസിഡന്റും ഏഷ്യാനെറ്റ് എന്ന മാധ്യമ സ്ഥാപനത്തിന്റെ പ്രധാന നിക്ഷേപകനുമായ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു വ്യാജ വാർത്തയുമായി റിപ്പോർട്ടർ രംഗത്ത് വരുന്നു. എന്താ എന്റെ ഉദ്ദേശം? പിടിച്ചു നിൽക്കണ്ടേ മുത്തശ്ശ? 4 നൂറ്റാണ്ട് മുമ്പ് രാജീവ് ചന്ദ്രശേഖരന് ഉടമസ്ഥാവകാശമുണ്ടായിരുന്ന BPL കമ്പനി അക്കാലത്ത് BPLന് വേണ്ടി സർക്കാരിൽ നിന്നും ഏറ്റെടുത്ത ഭൂമി അമിത വിലയ്ക്ക് മറിച്ചു വിറ്റു എന്ന ആരോപണമാണ് റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവന്നത്. അവന്റെ സമനില തെറ്റിയിരിക്കുക പാവം. ബാക്കി കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏറിൽ നിന്നിറങ്ങാതെ വിഷമിച്ചു നിൽക്കുന്ന ആൻഡോ ജോസഫിന് വേണ്ടി റിപ്പോർട്ടർ ചാനൽ ഉണ്ടാക്കിയെടുത്ത കള്ളക്കഥയായിരുന്നു ഇത്. ആ തെണ്ടി ചെറുക്ക എന്ത് തെമ്മാടിത്തനം കാണിച്ചാലും അതൊക്കെ കുട്ടിക്കളിയാണെന്ന് വ്യാഖ്യാനിച്ചോളും. ഇപ്പൊ മനസ്സിലായല്ലോ. ഇത്തരത്തിൽ ഒരുപാട് കള്ളക്കഥകൾ ഇടയ്ക്കിടെ നാട്ടുകാരെ കേൾപ്പിക്കാൻ റിപ്പോർട്ടർ ചാനൽ മത്സരിക്കുന്നുണ്ട്. റിപ്പോർട്ടറിനെ പാഠം പഠിപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖർ രണ്ടും കൽപ്പിച്ചിറങ്ങി. രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ ഉടമ ആൻഡോ അഗസ്റ്റിനും അവിടുത്തെ അരുൺകുമാർ അടക്കമുള്ള ജീവനക്കാർക്കുമെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതൊരു തുടക്കം മാത്രം. ദിസ് ഈസ് ഓൺലി എ ബിഗിനിങ്. കൂടുതൽ ഷോക്കുകൾ നേരിടാൻ തയ്യാറായിക്കൊള്ളൂ. 100 കോടി രൂപയാണ് രാജീവ് ചന്ദ്രശേഖർ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? നിരന്തരമായി ഇയാൾ എന്നെ ദ്രോഹിക്കുന്നത് ഞാൻ കൈയും കെട്ടി നോക്കിക്കൊണ്ടിരിക്കണം. രാജീവ് ചന്ദ്രശേഖർ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നു. 100 കോടിയുടെ നഷ്ടപരിഹാരം മാത്രമല്ല, കേന്ദ്ര അന്വേഷണ ഏജൻസികളെ കൊണ്ട് ഇവരുടെ തട്ടിപ്പുകൾ മുഴുവൻ പൊളിച്ചടുക്കും എന്ന ദൃഢപ്രതിജ്ഞയിലാണ്. കലികേറി വാശികേറി രാജീവ് ചന്ദ്രശേഖർ. ഇനി നിങ്ങളുടെ തോന്നിയാൽ അനുവദിക്കാനാവില്ല. വഴിയിൽ പള്ളി ഉണ്ടെങ്കിൽ നിർത്തി പറഞ്ഞേക്കാം. ടീം പോയി, കിടപ്പാടവും പോയി, ആ പാടുണ്ടായിരുന്ന മാനവും പോയി.